ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുടെ പുതിയ സ്ട്രീറ്റ് വാരിയേഴ്സ് എന്ന് പറഞ്ഞ 1:64 സ്കെയിൽ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിലെല്ലാം മിക്കതും അല്ല, 1-2 ലിമിറ്റഡ് എഡിഷനാണ്. ആ ലിമിറ്റഡ് എഡിഷൻസൊക്കെ വളരെ റെയറാണ്. ആകെ 500 പീസ് ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് 1-2 പീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനിയും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഡിഫൻഡറിൽ നിന്ന് തുടങ്ങാം. ഇത് നോക്കി, ഇത് ടോം റൈഡർ എന്ന് പറഞ്ഞ മൂവിയിലെ സെയിം ഡിഫൻഡറാണ്, V8 എഞ്ചിനുള്ളത്, ഫുള്ളി ലോഡഡ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കാണാം. ഇതിൽ ടൂൾ ബോക്സ് ഉണ്ട്, ജെറി ക്യാൻസ് ഉണ്ടാവും. അതും ഒരു ജെറി ക്യാനല്ല, ഒരുപാട് ജെറി ക്യാൻസ്. സ്പെയർ വീൽ തന്നെ 2 ഉണ്ട്. പിന്നെ ഓക്സിജൻ ക്യാൻ, സൈഡിൽ ടെൻറ്റ്, റൂഫ് റാക്ക്, അതുപോലെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് മേളിൽ റൂഫിൽ ഫോഗ് ലാംപ്സ് കാണാം, ഷവൽ കാണാം, സ്നോർക്കിൾ കാണാം, ബുൾബാസ്, വിഞ്ച്, പിന്നെ ബുൾബാറിൻ്റെ ഉള്ളിൽ ലൈറ്റ്. പിന്നെ ചെറിയൊരു മഡ്ഡി ഫീൽ ഉണ്ടാവും, കാരണം ഇതൊരു മിലിറ്ററി എഡിഷൻ പോലത്തെ ഡിഫൻഡർ ആയതുകൊണ്ട് കുറച്ച് മഡ്ഡി ഫീൽ ഉണ്ടാവും. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പോരാതെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളുടെ ഇതിൽ ലോഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ട, ലിമിറ്റഡ് എഡിഷൻ. ഇത് 500-ൽ വൺ ഓഫ് ദ ഡിഫൻഡറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾ നോക്കി, മഡ് ഫ്ലാപ്പിൽ വരെ ലാൻഡ് റോവർ എന്നൊക്കെ ചെയ്തിട്ടുള്ള ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിഫൻഡറാണ്. ഞാൻ പൊതുവേ എപ്പോഴും ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ഫാനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എൻ്റെ വണ്ടികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാൻ ഡിഫൻഡറാണ് ഓപ്റ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ഇത് വാങ്ങിച്ചോ, ബെസ്റ്റ് ബൈ ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 3000 സംതിങ് ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വേണമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ വേറൊരു ബെൻസിൻ്റെ S600 നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 124 W124 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ അതൊരു വീൽസൊക്കെ നിങ്ങൾ കണ്ട, സസ്പെൻഷനൊക്കെ കുറച്ച് ലോവർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതും വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വരുന്നത്. നിങ്ങൾ നോക്കിയോ, 500 പീസിൽ ഇത് 138 പീസാണ്. പിന്നെ G65 ആയിരിക്കും പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. അത് കുറച്ചും കൂടെ ഒരു റഫും ഒരു മിലിറ്ററി ഫീലൊക്കെ വേണ്ടവരിക്കാണ് 55 ഒക്കെ ഓപ്റ്റ് ചെയ്ത്. 63 ആണ്. ഇതിൻ്റെ അലോയ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ, അലോയ്സിൻ്റെ ഉള്ളിൽ തന്നെ ബെൻസിൻ്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്. കാലിപ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. കാലിപ്പേഴ്സ് ഓൾറെഡി റെഡാണ്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിങ്ങും റബ്ബർ ടയേഴ്സൊക്കെ വരുന്ന G-വാഗണാണ്. ഇതിൻ്റെ ഡീറ്റെയിലിങ് കണ്ട് മനസ്സിലാക്കുക. അടുത്തത് ലിമിറ്റഡ് എഡിഷൻ എന്ന് വെച്ചാൽ പക്ക ഗ്രാഫിക് ലിമിറ്റഡ് എഡിഷൻ നോക്കിക്കോ നിങ്ങൾ. ഇതും 500-ൽ 197 പീസാണ്. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ടിപ്പ് കണ്ടോ നിങ്ങൾ, എക്സോസ്റ്റിൻ്റെ ഫുള്ള് നിങ്ങൾ കാണാൻ പറ്റിയ സാധനമാണ്. അടുത്തത് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഫാനായി പോകുന്ന വണ്ടിയാണ്. പണ്ട് മോസ്റ്റ് വാണ്ടഡ് കളിച്ച ആൾക്കാർക്കൊക്കെ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയണ്ടല്ല, ആ സെയിം BMW M3 E46. ഇതിൻ്റെ തന്നെ പല മോഡൽസ് ഉണ്ട്. ഇത് ആക്ച്വൽ മോസ്റ്റ് വാണ്ടഡ് എഡിഷൻ തന്നെയാണ്. ഇതിൻ്റെ വേറൊരു കളർ വേരിയൻ്റ് ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് RC കാറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അക്കർലിക് ബോക്സിലാണ് വരുന്നത്. പിന്നെ അക്കർലിക് ബോക്സിൽ വെച്ചൊരെണ്ണം കാണിച്ചു തരാം. ഇത് BMW M3 ആണ്. ഇത് 100-ൽ 1/91. ഇത് നോക്കിക്കോ നിങ്ങൾ, ഈ അക്കർലിക് ബോക്സിൽ നിന്ന് ഊരുമ്പോൾ ആ ഫീൽ കണ്ട ബ്യൂട്ടി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബ്യൂട്ടി ഓൺ വീൽസ്. അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയ M4 ആണിത്. ഇത് ഹൈലി പ്രീമിയമാണ്, കാരണം ഇതിൻ്റെ വെയ്റ്റും ഇതിൻ്റെ ബേസൊക്കെ നിങ്ങൾ നോക്കിയാൽ ഗ്ലാസ് ബേസാണ്. സാധാരണ അതിൻ്റെ പ്ലാസ്റ്റിക് ബേസാണ് വരുന്നത്. ഇതിൻ്റെ ഗ്ലാസ് ബേസായിട്ടുള്ള M3 ആണ്. ഇത് ലോവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഹുഡ്, സൈഡ് സ്കേർട്ട്, ബമ്പർ കാർബൺ ഫൈബർ, അതുപോലെ സ്പോയിലേഴ്സ്, റൂഫ് കാർബണാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ മെഷൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സോസ്റ്റ് ടിപ്പ് 4 ഉള്ള BMW M3 ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അറൗണ്ട് ഒരു 4000 സംതിങ് ഒക്കെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങും ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കേണ്ട. നിങ്ങളിത് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊക്കെ കാണാൻ വേണ്ടി, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയും ഫ്രിസ്ബി സ്റ്റോറിലൊക്കെ വരാമെന്നാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്രിസ്ബിയിൽ വന്ന് ഇത് കാണാനും എന്താ പറയുക നമ്മളോട് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വരാം. അപ്പോൾ ഇനി പുറത്ത് വെച്ച് കാണിച്ചത്, ഇനി ബോക്സിൻ്റെ ഉള്ളിലുള്ള വേറെയും കുറേ കാശുണ്ട്. അതല്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നമുക്ക് ഫസ്റ്റ് ഇവിടെ തൊട്ട് തുടങ്ങാം. പോർഷേഴ്സ് ഉണ്ട് ഒരുപാട് മോഡൽ. ഗൾഫ് എഡിഷൻ BMWs ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് കൊക്കോകോള എഡിഷൻ. പിന്നെ കുറേ ഗ്രാഫിക്സൊക്കെ ചെയ്ത നമ്മുടെ ആനിമേസ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് LBW R34 ഉണ്ട്. ഫെറാറി എഡിഷൻസ് നോക്കുകയാണെങ്കിൽ F40s ഉണ്ടാവും. ബെൻസിൻ്റെ തന്നെ
300 SLE AMG ഒരു റാലി സ്പെക്ക് ആയിട്ടുള്ള കാർ നിങ്ങൾക്ക് കാണാം. പിന്നെ പഴയ റോൾസ് റോയ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ 911 തന്നെ GT3 RS നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഡിഫൻഡറിൻ്റെ തന്നെ പഴയ മോഡൽ. ഇപ്പോഴത്തെ 90s പഴയ 90s തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ടാ, ഇതാണ് പഴയ 90s. ഇത് ഓൾറെഡി കുറച്ച് ഇതൊക്കെ ചെയ്ത ആക്സറീസ് ഉള്ള വണ്ടിയാണ്. അതിൽ റൂഫിൽ നിങ്ങൾക്ക് ഫോഗ് ലാംപ്സ് കാണാം, ഫ്രണ്ടിൽ ബുൾ ബാർ കാണാം, അങ്ങനെ കുറേ ഫുള്ളി ലോഡഡ് ഫോർ ഓഫ് റോഡ്. പിന്നെ R34ൻ്റെ ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് കയറ്റിയ വണ്ടികൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ വണ്ടി. അടുത്തേക്ക് വന്നിട്ട് ഫുള്ളി പണിത വണ്ടി. ഇങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുൾ കളക്ഷൻ. ഇത് സ്ട്രീറ്റ് വാരിയർ എന്ന് പറഞ്ഞാൽ 1:64 സ്കെയിലിൻ്റെ കാസാണ്. അപ്പോൾ മിക്കതും അക്രലിക് ബോക്സിലാണ് വരുന്നത്. ഇത് കുറച്ച് സൂപ്പർ പ്രീമിയം ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 3100 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ബൈ.